ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എന്തുണ്ടടാ സുഖമല്ലേ? സോ നമ്മളിപ്പോൾ 9 CBSE എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നിങ്ങൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ മക്കളെ, നമ്മുടെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ബയോളജിയിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ സൈലത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാച്ചിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ സൈലത്തിലെ നമ്മുടെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ വളരെ ഭംഗിയിൽ ഒരുപാട് പാർട്ടുകളിലൂടെ നമ്മൾ കൃത്യതയാർന്ന രീതിയിൽ നമ്മളത് എടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ എക്സാമിനേഷൻ CBSEയിൽ നമുക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന രീതിയിലുള്ളൊരു മോഡൽ എക്സാമിനേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലേതാനും ചില ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം, ചാപ്റ്ററിന്റെ പേര് ബയോളജി സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. സോ ഇത് 9 CBSEയിലെ ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇവിടെ ഒരു 45 മിനിറ്റിന്റെ ഒരു എക്സാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ മാർക്ക് 20 മാർക്കാണ്. നമ്മൾ ബാച്ചിൽ നടത്തിയിട്ടുള്ള എക്സാം ആയിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോവുമായിട്ട് ഇപ്പോൾ സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ സെക്ഷൻ എയിലെ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് 4 എണ്ണം ഉണ്ട്. പിന്നീട് അങ്ങനെ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ, പിന്നെ അങ്ങനെ 3 മാർക്ക്, അങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ എന്ത് ചെയ്യുന്നത് പോകുന്നത്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ എക്സ്പ്ലനേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത്. സോ ആദ്യത്തെ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് ഓപ്ഷനിലേക്ക് പോകാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് നിങ്ങൾ ആ ഒരു ചോദ്യം ഒന്ന് വായിക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നോക്കാം. ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം അവിടുന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഇഫ് 2 പോയിന്റ്സ്, 2 പോയിന്റ്സ് ഉണ്ട്, ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ്, 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 0.05 mm ആണ്. ഓക്കെ, ഹൗ വിൽ ദേ അപ്പിയർ ടു എ പേഴ്സൺ വിത്ത് നോർമൽ വിഷൻ വ്യൂയിങ് ദം ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 25 സെന്റിമീറ്റർ. ഓക്കെ, ഇതൊന്നും നിങ്ങൾ നോക്കണം, പക്ഷെ നിങ്ങൾ ഇത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച്. 2 പോയിന്റുകൾ ഉണ്ട് അല്ലെ, 2 പോയിന്റ് P1, ഓക്കെ, അനദർ പോയിന്റ് P2, അനദർ പോയിന്റ് P2. അപ്പൊ ഞാനിപ്പോ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു. അപ്പൊ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.05 മില്ലിമീറ്റേഴ്സ് ആണ്, MM ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടീഷൻ. അപ്പൊ നോർമൽ വിഷനിൽ ഒരാൾ 25 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് വ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആ പോയിന്റുകൾ അപ്പിയർ ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയ ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷനിലേക്ക് വരാം. അപ്പൊ നമ്മൾ അത് നോക്കുമ്പോൾ എങ്ങനെ കാണും? ആസ് 2 distinct and separate points as a single point because distance is below the eye's limit of resolution of 0.1 mm. As a blurred line, option D, they will be invisible to the naked eye. അപ്പോൾ ഇവിടെയാണ് ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം 2 പോയിന്റുകളെ, സപ്പോസ് പോയിന്റ് P1 ആൻഡ് പോയിന്റ് P2, ഈ 2 പോയിന്റുകളെ 2 സെപ്പറേറ്റ് പോയിന്റായി നമുക്ക് കണ്ണിന് കാണണമെങ്കിൽ ഈ 2 പോയിന്റുകൾക്കിടയിൽ ഉണ്ടാകേണ്ട മിനിമം ഡിസ്റ്റൻസ് ഷുഡ് ബി 0.1 mm. ഓക്കെ, 0.1 mm കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഈ 2 പോയിന്റുകളും കൺവേർജ് ചെയ്ത് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് 0.1 mm കുറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 0.1 mm കുറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോയിന്റും ഒരു പോയിന്റ്, സിംഗിൾ പോയിന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നേരെ മറിച്ച് 0.1 mm കൂടിക്കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് ആയിട്ട് 2 പോയിന്റുകളായിട്ട് നമ്മുടെ കണ്ണിന് കാണും. ഓക്കെ, സോ അതിനെയാണ് ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 0.05 ആണ്. അതെന്തിരുന്നാലും 0.1നേക്കാൾ എത്രയോ ചെറുതാണ് 0.05 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഒരു പോയിന്റുകളെ സെപ്പറേറ്റ് ആയിട്ട് കാണില്ല. നമുക്ക് എങ്ങനെ കാണുള്ളൂ? നമുക്ക് ഓവർലാപ്പ് ചെയ്ത് സിംഗിൾ പോയിന്റ് ആയിട്ടേ കാണുള്ളൂ. ബിക്കോസ് ഡിസ്റ്റൻസ്
ഈസ് ബിലോ ഐസ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ 0.1. സോ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ. ക്യൂരിയോസിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 9 വളരെ കൃത്യമായ രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു സ്റ്റഡി സെൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. വെൻ വ്യൂഡ് ഫ്രം അബൌട്ട് 25 സെന്റിമീറ്റർ, ആ നിയർ പോയിന്റ് ആണത്. 25 ക്ലിയർലി നമുക്ക് വിസിബിൾ ആവാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് ഈ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. 2 points സെപ്പറേറ്റഡ് ബൈ അബൌട്ട് 0.1 mm. അപ്പൊ 0.1 mm സെപ്പറേഷൻ മിനിമം ആണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഡിസ്റ്റന്റ് ആയിട്ട് 2 points ആയിട്ട് കാണാം. അല്ലെങ്കിൽ എന്താവും? ദേ അപ്പിയർ ടു ബി സിംഗിൾ പോയിന്റ്. അതിലും ചെറുതായാൽ, അതിലും ഡിസ്റ്റൻസ് കുറഞ്ഞാൽ, 0.1 കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ പോയിന്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. സോ കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം നമുക്ക് ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 9 ഓൾറെഡി നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ബാച്ചിൽ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു ചോദ്യം നോക്കിയേ. ഇത് സെൽ മെംബ്രെയിന്റെ മോഡലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അക്കോർഡിംഗ് ടു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, സെൽ മെംബ്രെയിന്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. സെൽ മെംബ്രെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്ലൂയിഡ്. രണ്ട് ടേം ഉണ്ട്, ഫ്ലൂയിഡും മൊസൈക്കും, രണ്ട് ടേം ആണ്. അപ്പൊ ഫ്ലൂയിഡും മൊസൈക്കും രണ്ട് ടേം ആണ്. ഫ്ലൂയിഡ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് വാട്ടർ ആൻഡ് ഡിസോൾവ്ഡ് മിനറൽസ്. ദ ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ മോളിക്യൂൾ ക്യാൻ മൂവ് സൈഡ് വേസ്, ഫ്ലിപ്പ് ആൻഡ് റൊട്ടേറ്റ് വിത്തിൻ ദ മെംബ്രെയിൻ. ഇറ്റ് അലൗസ് ഓൾ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ ഇറ്റ് ഫ്രീലി. ഇറ്റ് ലാക്സ് റിജിഡ് സെൽ വാൾ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം സെൽ മെംബ്രെയിനുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അപ്പൊ സെൽ മെംബ്രെയിൻ ഒരിക്കലും വാട്ടർ കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രോട്ടീൻ കൊണ്ട്, ലിപ്പിഡ് കൊണ്ടാണ്. ആ പ്രോട്ടീനും ലിപ്പിഡും അവിടെ സൈഡ് വേസ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലൂയിഡ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഫ്ലൂയിഡ് നമ്മൾ പറയുന്നത്. അതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ സബ്സ്റ്റൻസിനും ഫ്രീലി അലോ ചെയ്യില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലാക്ക് റിജിഡ് സെൽവാൾ അതൊന്നും അല്ല പോയിന്റ്. സെൽവാൾ വേറെ തന്നെ സംഗതിയല്ലേ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ്. ഇത് എവിടെയുണ്ട്? ഇതും കൃത്യമായിട്ട് ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 12 വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ചിത്രം കണ്ടോ? സെൽ മെംബ്രെയിന്റെ മോഡലാണ്. ഇവിടെ ലിപ്പിഡ് ബൈലെയർ, ഫാറ്റിന്റെ ലെയർ കാണാം, 2 ലെയർ. ഹൈഡ്രോഫിലിക്, ഹൈഡ്രോഫോബിക് എൻഡ് കാണാൻ പറ്റും. നടുക്ക് വാട്ടർ ഹേറ്റിംഗ്, ഔട്ട്വേർഡിൽ വാട്ടർ അട്രാക്ടിങ് എൻഡ് കാണാം. ഓക്കെ, ലിപ്പിഡ് ബൈലെയർ, പിന്നെ പ്രോട്ടീൻ കാണാം. വളരെ കൃത്യമായി തന്നെ ഇവിടെ പറയുന്നുണ്ട് ദ മോളിക്യൂൾസ് ക്യാൻ മൂവ് സൈഡ് വേ, ഫ്ലിപ്പ് ആൻഡ് റൊട്ടേറ്റ് വിത്തിൻ ദ മെംബ്രെയിൻ. അതുകൊണ്ടാണ് അതിനെ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഇവിടുന്നാണ് നമുക്ക് ആ ഒരു MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്ലൂയിഡ് മൊസൈക്ക് എന്നല്ല പറയുന്നത്? എന്തുകൊണ്ടാണ് മൊസൈക്ക് എന്ന് പറയുന്നത്? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മൊസൈക്ക് എന്ന് പറയുന്നത്? ഇവിടെ ഈ ഒരു ലിപ്പിഡ് ബൈലെയറിൽ പ്രോട്ടീൻസ് കാണാം, കരിയർ പ്രോട്ടീൻ, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഒക്കെ കാണാം. ട്രാൻസ്പോർട്ട് പ്രോട്ടീനുകൾ, ഈ പ്രോട്ടീനുകളൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ മൊസൈക്ക് ഫ്ലോർ പോലെയാണ്. ഒരു മാട്രിക്സിൽ കുത്ത് കണ്ടിട്ടുണ്ടാവില്ലേ? പണ്ടത്തെ ഫ്ലോർ കണ്ടിട്ടുണ്ടോ? വൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ, വൈറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കുത്ത്. അതുപോലെ ഇവിടെ ഫാറ്റ് മോളിക്യൂൾ അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയറിൽ പ്രോട്ടീൻ എംബഡഡ് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിന് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി കൽപ്പിച്ച് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, എല്ലാവരും ശ്രദ്ധിച്ചേ. എ പ്ലാന്റ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അത് വാല്യൂവിന് ഇവിടെ സിഗ്നിഫിക്കന്റ്ലി ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, വിച്ച് ആർ ദ ഫോളോവിങ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ദ ഒബ്സർവേഷൻ. ഓക്കെ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലാണ് ഒരു സെല്ല് ഇട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഹൈപ്പർട്ടോണിക് സൊല്യൂഷന്റെ പ്രത്യേകത എന്താ? ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വാട്ടറിന്റെ അളവ് കുറവായിരിക്കും. വാട്ടറിന്റെ അളവ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ കുറവാണ്. എന്നാൽ നമ്മൾ അത് അകത്ത് വിട്ടിരിക്കുന്ന സെല്ലിലാണെങ്കിൽ വാട്ടറിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യും? ഈ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വരും. ശരിയല്ലേ? എക്സോസ്മോസിസ് സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അകത്തേക്ക് ഇടുന്ന സെല്ല് ഇങ്ങനെയാണെങ്കിൽ ആ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ അവസാനം ആ സെല്ല് എന്ത് ചെയ്യും? അത് ഷ്രിങ്ക് ചെയ്യും. ഹൈപ്പർട്ടോണിക് ആണെങ്കിൽ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. കാരണം അതിനകത്തുള്ള വാട്ടർ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അപ്പൊ ഇതിന്റെ ആൻസർ അതാണ്, ഷ്രിങ്ക് ആവും എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ എൻറ്റയർ സെൽ ഷ്രിങ്ക് ആൻഡ് ലോസസ് ഇറ്റ്സ് പ്ലാന്റ് സെല്ലാണ്. അത് പ്രത്യേകം ഓർമ്മിക്കുക. പ്ലാന്റ് സെല്ലിന്റെ കേസാ പറയാം. അപ്പൊ പ്ലാന്റ് സെല്ലാകുമ്പോൾ പുറത്തുള്ള സെൽവാൾ ഇൻടാക്ട് ആയിരിക്കും കേട്ടോ. അതും കൂടി ഒന്ന് ഓർപ്പിച്ച് നോക്കാം. സെൽവാൾ ഇൻടാക്ട് ആയിരിക്കും. സെൽ കമ്പോണൻസ് ആണ് എന്ത് ചെയ്യുക? ഷ്രിങ്ക് ചെയ്യുക. അപ്പൊ സെൽവാള്
അത് ഇൻടാക്ട് ആയിരിക്കും. ആ ഷേപ്പിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. എൻറ്റയർ സെൽ ഷ്രിങ്ക് ആൻഡ് ലോസസ് ഇറ്റ്സ് റെക്ടാംഗുലർ ഷേപ്പ് തെറ്റാണ്. റെക്ടാംഗുലർ ഷേപ്പ് നഷ്ടപ്പെടില്ല. സെൽ വാളിനൊന്നും സംഭവിക്കുന്നില്ല. സെൽ വാൾ ഡിസോൾവ്സ് അലോയിങ് ദ സൈറ്റോപ്ലാസം ടു ലീക്ക് ഔട്ട് തെറ്റ്. സെൽ വാൾ റിമെയിൻസ് ഫേം ശരിയാണ്. ഇന്നർ കണ്ടന്റ് മാത്രം ഷ്രിങ്ക് ചെയ്യും. ഉള്ളിലുള്ള കണ്ടന്റ് ഷ്രിങ്ക് ചെയ്യും, പക്ഷെ സെൽ വാൾ ഇൻടാക്ട് ആയിരിക്കും. അതാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിന്റെ അകത്തുള്ള ഈ കമ്പോണന്റ് ഉണ്ടല്ലോ, ഇതിനകത്തുള്ള കമ്പോണന്റ് നോക്കണേ. സെൽ വാൾ അതുപോലെ തന്നെ ഇൻടാക്ട് ചെയ്യും, പക്ഷെ അതിനകത്തുള്ള കമ്പോണന്റ് എന്ത് ചെയ്യും? കമ്പോണന്റ് ഷ്രിങ്ക് ചെയ്യും. അപ്പൊ സെല്ലിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഷ്രിങ്ക് ചെയ്യും. അതാണ് അതിന്റെ ആൻസർ വരിക. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഡിയിലേക്ക് വരണ്ട. സ്വെല്ല് ഒരിക്കലും ആവില്ല. എപ്പോഴാണ് സ്വെല്ലാവുക? സെല്ല് സ്വെല്ലാവുക when it is placed in hypotonic solution ആണ്. ഇത് നമ്മൾ ബാച്ചിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. സോ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. when the cell is placed in isotonic solution no change, അല്ലെ? ചേഞ്ച് ഒന്നും വരില്ല. നെറ്റ് മൂവ്മെന്റ് 0 ആയിരിക്കും. വാട്ടർ എൻ്റർ ഇൻ ദ സെൽ വിൽ ബി ഈക്വൽ ടു വാട്ടർ ലീവ് ഇൻ ദ സെൽ. നെറ്റ് മൂവ്മെന്റ് 0. ഹൈപ്പർട്ടോണിക് ആണെങ്കിൽ ഇതിനകത്ത് സെല്ല് വരും, വാട്ടർ സെല്ലിനകത്ത് കയറും, സ്വെല്ലൻ ആവും. ഓക്കെ. ഇനി ഇവിടെ ആണെങ്കിലോ, ഹൈപ്പർട്ടോണിക്കിലാണെങ്കിൽ വാട്ടർ ലോസ് ചെയ്ത് ഷ്രിങ്ക് ആവും. അപ്പൊ ആനിമൽ സെല്ലാണെങ്കിൽ ഷ്രിങ്ക് ചെയ്ത് എൻ്റയർ സെല്ല് ഷ്രിങ്ക് ആവും. പ്ലാന്റ് സെല്ലാണെങ്കിൽ സെൽ വാള് റിജിഡ് ആണ്, അത് ഫേം ആയിട്ട് നിൽക്കും. അതിനകത്തുള്ള കണ്ടൻസ് എന്ത് ചെയ്യും? പ്ലാസ്മോളിസിസ് ഷ്രിങ്ക് ചെയ്യും. അതാണ് നിങ്ങൾ അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം. മറ്റൊരു MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. A scientist observe a cell in which chromatin is visible as entangled mass of thread-like substructures, while ribosomal subunit continuously being produced. Which are the following? അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ ക്രോമാറ്റിൻ എങ്ങനെയുള്ളത്? ത്രെഡ് ലൈക്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ക്രോമാറ്റിൻ, ഇവിടെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ക്രോമാറ്റിൻ എന്തായിട്ട് മാറും? കണ്ടൻസ് ചെയ്തിട്ട് തടിച്ചു കുറുകി ക്രോമോസോം ആയിട്ട് മാറും. ഇതാണല്ലോ ബേസിക് ഐഡിയ. ക്രോമാറ്റിൻ ഇതൊക്കെ ന്യൂക്ലിയസിനകത്താണ്. ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് കണ്ടൻസ് ചെയ്ത് ക്രോമോസോം ആവും. എപ്പോഴാണ്? when the cell is about to divide ആണ്. ഒരു സെല്ല് ആ സെൽ ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്, ഡിവൈഡ് ചെയ്യുന്ന വേളയിലാണ് ഇത് കണ്ടൻസ് ചെയ്ത് ക്രോമോസോം ആവുന്നത്. അപ്പൊ ഒരു നോൺ ഡിവൈഡിങ് സെല്ലില് നമ്മൾ ഡിവൈഡ് ചെയ്യാത്ത സെല്ലാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാണും? ക്രോമാറ്റിൻ കാണും. ഡിവൈഡ് ചെയ്യുന്ന സെല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ലൈക്ക് ഡിവൈഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന സെല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ക്രോമോസോം ആയിരിക്കും. ഓക്കെ. അപ്പൊ എപ്പോഴാണ് എൻടാങ്കിൾഡ് മാസ് ഓഫ് ത്രെഡ് ആയ ക്രോമാറ്റിൻ കാണുക? നോൺ ഡിവൈഡിങ് സെല്ലിലാണ്, ഡിവൈഡ് ചെയ്യാത്ത സെല്ലിലാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. then cell is about to divide, chromosome are clearly visible. അത് നമുക്ക് വരില്ല. the cell is not currently dividing, സെല്ല് ഒരിക്കലും ഡിവൈഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഡിവൈഡ് ചെയ്യുന്നില്ല. ബട്ട് നോൺ ഡിവൈഡിങ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് കാണാം? ക്രോമാറ്റിൻ കാണാം. ന്യൂക്ലിയോലസ് ഈസ് ആക്റ്റീവ്ലി പ്രൊഡ്യൂസിങ് റൈബോസോം. അതാണ് കറക്റ്റ് ആൻസർ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഹാസ് ഡിസപ്പിയർഡ്. അതെല്ലാം സെൽ ഡിവിഷന്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ജീൻസ് ആർ ആബ്സെന്റ്. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്നുമല്ല. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. നോൺ ഡിവൈഡിങ് സെല്ലിലാണ് നമുക്ക് എന്ത് കാണാം? ക്രോമാറ്റിൻ മെറ്റീരിയൽ. അതെന്തുപോലെയാണ്? എൻടാങ്കിൾഡ് മാസ് ഓഫ് ത്രെഡ് ലൈക്ക് സബ്സ്റ്റൻസ് പോലെ കാണും. അപ്പൊ നോൺ ഡിവൈഡിങ് സെൽസ് ആണ്. കണ്ടോ? എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും, അതായത് CBSE ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെയുണ്ട്? ആപ്പിൽ അവൈലബിൾ ആണ്. കൃത്യമായ രീതിയിൽ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുമ്പോൾ 1 ഷോട്ട് റിവിഷൻ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക, അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ സെൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫിന്റെ ഒരു ലൈവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂട്യൂബിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താണ് അത്? ഒറ്റൊരു ലൈവാണ്. ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്ത് പോകുന്നതാണ് ഒരു 1.5 മണിക്കൂറിൽ. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് ഒരു 6-7 പാർട്ട് എടുത്ത് വിശദമായി പഠിപ്പിച്ച് റിവിഷനും നടത്തി ഓരോ പാർട്ടിലും DPP ക്വസ്റ്റ്യൻസും കൊടുത്ത് സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. പേളും അതുപോലെ തന്നെ മൈൻഡ് മാപ്പും ഇൻസ്റ്റാലേണും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന ബാച്ചാണ്. അപ്പൊ ഒരുപാട് മക്കൾ ഇതിനോടകം തന്നെ എൻറോൾ ചെയ്തിട്ടുള്ള ബാച്ചാണ് ഏത്? നമ്മളെ ഈ ഒരു നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിഞ്ച ബാച്ച് ഇപ്പൊ ഒരു ഓഫർ, മൺസൂൺ ഓഫർ ആണ്. ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അവർ ജോയിൻ ചെയ്യണം. അതാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്, മൺസൂൺ ഓഫർ. അപ്പൊ നിലവിലെ ഫീസിൽ 10% ഓഫ് ലഭിക്കുകയാണ്. സോ XYMSN10 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക്
ഈ പറഞ്ഞിരിക്കുന്ന ഓഫർ അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിലവിൽ നമുക്ക് 3 പ്ലാനുകളുണ്ട്, ബേസ്, ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി പ്രോ. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റി മുതലാണ് നിങ്ങൾക്ക് കുറെ ഫീച്ചേഴ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. സോ തീർച്ചയായിട്ടും സുവർണ അവസരമാണ്. സോ നമ്മൾ സ്റ്റാർട്ടിങ് ഫേസിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പഠിച്ച് മികച്ച വിജയത്തിലേക്ക് തന്നെ എത്താൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ എല്ലാവർക്കും മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.